ഇത് പേര. ഇതും നമ്മൾ ഹോപ്പിൻ്റെ മീറ്റിൽ, കൊല്ലം മീറ്റിലാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കൊല്ലം മീറ്റിലാണോ ഗാന്ധി ഭവൻ മീറ്റിലാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. വില്ലേജ് അഗ്രോയിൽ നിന്ന് വാങ്ങിയ പേരയാണ്. കണ്ടോ, ഇതിൽ നമ്മൾ പേരയ്ക്കൊക്കെ നേരത്തെ പറിച്ച് കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ ഇപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ മൂട്ടിലെ നമ്മൾ താഴോട്ട് നോക്കുന്നില്ലല്ലോ, ഒന്ന് വെള്ളം ഒഴിച്ചപ്പോൾ ഇതിൻ്റെ മൂട്ടിലോട്ട് നോക്കിയപ്പോഴേതാണ്ട് താഴെ ഒരു പേരയ്ക്ക കണ്ടോ, താഴെ നിൽക്കുന്ന വിളയാറായത്. പിന്നെ ഒരെണ്ണം പൊഴിഞ്ഞു പോയേക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ, പിന്നെ കാണാമോ, ദാണ്ടേ പിന്നെ ഇതാ ഇവിടെ ഇത് രണ്ടെണ്ണം ഉണ്ട്. ഇതിൽ പിന്നെ പൂക്കളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ മുട്ടുണ്ട്. അടുത്തത് ഓരോരോ സെക്ഷനായിട്ടങ്ങ് പക്ഷെ കൊച്ചതാണ്, ചെറിയ നമ്മളത്രയും. പക്ഷേ ഇച്ചിരി പൊക്കം ഉള്ളപ്പോഴേ ഞാൻ ഇത് വളച്ച് വെച്ച്, ഞാൻ അന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. വളച്ച് വെച്ച് കഴിഞ്ഞപ്പോഴേ അതിൽ പൊട്ടി കിളിച്ച് വന്ന ഇത് മൊത്തം എല്ലാത്തിനും പേരയ്ക്ക ഉണ്ടായിരുന്നു. ഇനി ഏറ്റവും താഴെ ഒരെണ്ണം നിൽക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന്. എന്താ മൂട്ടിൽ കണ്ടോ പിന്നെ പക്ഷെ വിളഞ്ഞ് ഇതാ ഇപ്പം ശരിക്കും കാണാൻ പറ്റും. പിന്നെ ഇതാ ഇവിടെ ഇനിയിപ്പം ഞാൻ വിചാരിച്ച് ഒരു ഗ്രാഫ്റ്റിംഗ് ക്ലിപ്പ് ഇതിലിടുവാണെങ്കിൽ ഒരു തൈയും കൂടെ ഉണ്ടാക്കാം. പക്ഷെ ഇതിൻ്റെ അകം വെള്ളയാണ്, വെള്ളപ്പേരയ്ക്ക. പക്ഷേ ഇതിൻ്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നമ്മൾ പലതും വാങ്ങിക്കുന്നതുകൊണ്ട് പേര് നമ്മളങ്ങ് മറന്നു പോകും. ഒരെണ്ണം ഉണ്ടായി, അത് വിളഞ്ഞ് നമ്മൾ പഴുത്ത് പറിച്ച് കഴിച്ചതിന് ശേഷം അല്ല അടുത്ത പൂപ്പ് വരുന്നത്. കാരണം എന്തേ, മുട്ടുണ്ട്, എൻ്റെ പൂ വിരിഞ്ഞ്, ഇത് പൊഴിഞ്ഞു പോയതാ പൂ വിരിഞ്ഞ ടൈപ്പ്. പിന്നെ ഇത്ര ആയതുണ്ട്. പിന്നെ എന്തിയ ബാക്കിയൊക്കെ അതാ അതുകൊണ്ട് വയ്ക്കുന്നു. പിന്നെ ഇപ്പം ഇത് പറിക്കാൻ പാകത്തിനുള്ളത് അതാ ഉണ്ട്, വിളഞ്ഞ് നിൽക്കുക. ഇപ്പം നമുക്ക് ഓൾ സീസൺ പേരെന്ന് പറയാൻ പറ്റും.